ഈ ദേശീയ തലത്തിൽ 2015 നരേന്ദ്രമോദി സർക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സ്കീമാണ് ഈ വാഹൻ 4.0, അതുപോലെ സാരഥി 4.0. അതിൻ്റെ ഭാഗമായിട്ട് ധാരാളം ഇൻ്റഗ്രേഷൻ നാഷണൽ ഡാറ്റാബേസുമായിട്ട് കേരളം നടത്തിയിട്ടുണ്ട്. പക്ഷെ കേരളം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഏറ്റവും കൂടുതൽ വാഹന സാന്ദ്രതയുള്ള സംസ്ഥാനമാണ് കേരളം. 1000 പേർക്ക് 550 വാഹനം, ഇതാണ് നമ്മുടെ കണക്ക്. അതനുസരിച്ച് RTO ഓഫീസുകളിൽ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന സംസ്ഥാനങ്ങളിലൊന്നും കേരളമാണ്. അപ്പോൾ ആ RTO ഓഫീസുകളിൽ അതിൻ്റെ ഫലമായിട്ട്, അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന കാലതാമസം, നേരത്തെ ബഹുമാന്യമായിട്ടുള്ള മന്ത്രി പറഞ്ഞതുപോലെ സിസ്റ്റം ഹാങ് ആവുന്ന പ്രശ്നം, ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്നുള്ള നിലയിൽ RTO ഓഫീസുകളുടെ സ്റ്റാഫിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കൽ, അവിടുത്തെ ബാക്കി സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ, ഈ കാര്യത്തിൽ എന്താണ് സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട്? മിനിസ്റ്റർ സർ, വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണത്. ഇന്ന് പല RTO ഓഫീസുകളിലും വീർപ്പ് മുട്ടുകയാണ്. അവിടെ ആളുകൾക്ക് വരാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല. ഉദാഹരണത്തിന് മലപ്പുറത്തൊക്കെ വളരെ പഴയ ഒരു കെട്ടിടത്തിലാണ് RTO ഓഫീസ് വർക്ക് ചെയ്യുന്നത്. അപ്പം അതിനെക്കുറിച്ച് സമഗ്രമായിട്ട് ചിന്തിച്ചുകൊണ്ട് ഒരു വർഷത്തിനകത്ത് RTO ഓഫീസുകളെല്ലാം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അന്ന് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള നാഷണൽ ലെവൽ നെറ്റ്വർക്കുകളുമായിട്ട് കൂടുതൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയും ഈ ചലാനുമായിട്ട് അതിനെ കണക്ട് ചെയ്യാനുള്ള നടപടികൾ ഞാൻ അന്ന് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയെ കണ്ടപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. സർ, ഈ പ്രമേയം വളരെ അത്യന്താപേക്ഷിതമായ പ്രമേയമാണ് സർ. മാത്രമല്ല, നമുക്കറിയാം നമ്മുടെയൊക്കെ കുട്ടികൾ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് ഒരു നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറാവുന്നത്. ആ പരീക്ഷയിൽ സംഭവിക്കുന്നത് ഇതുപോലെ ഉയർന്ന റാങ്ക് നേടുന്നു. മാത്രമല്ല, ഭരണകക്ഷിയിൽപ്പെട്ട പാർട്ടിയുടെ ഉന്നത അധികാരത്തിലിരിക്കുന്നവർ ഇതിൽ പ്രതികളായി മാറുന്നു സർ. വളരെ 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 ഒരു ഭരിക്കുന്ന ഗവൺമെന്റിന്റെ പാർട്ടിയുടെ ഉന്നത രാഷ്ട്രീയ നേതാക്കൾ ഇതിൽ പ്രതികളായി മാറുന്ന ഒരവസ്ഥ കാണുകയാണ് സർ. മാത്രമല്ല സർ, ഇതിൽ കാണുന്നത് ഈ സമയം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഗ്രേസ് മാർക്ക് കൊടുക്കുക സർ. സമയം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ അതുപോലും നമ്മൾ കണ്ടു ഇതിനകത്തൊക്കെ. ഇതൊക്കെ മാത്രമല്ല സർ, ഇതിൽ എനിക്ക് പ്രമേയത്തിൽ ഒന്ന് കൂട്ടിച്ചേർക്കാനുള്ളത്, പലപ്പോഴും ഇത്തരം ഈ മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നു. ഈ മാഫിയ സംഘങ്ങൾ പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യയിലെ എൻട്രൻസ് പരീക്ഷ പരിശീലന പരിപാടി നടപ്പിലാക്കുന്നവരാണ് എന്ന് പലപ്പോഴും തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രമേയത്തിൽ കൂണുപോലെ വളരുന്ന മത്സര പരീക്ഷ പരിശീലന കേന്ദ്രങ്ങളെ നിരീക്ഷിക്കാനുള്ള ഒരു നടപടി കൂടി ഉണ്ടാവാൻ കേന്ദ്ര ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുന്നത് നല്ലതായിരിക്കും എന്നൊരു തോന്നലുണ്ട് സർ. അതോടൊപ്പം കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട വളരെ പ്രധാനമായ ഒരു കാര്യം കൂടി ഇവിടെ പറയുകയാണ് സർ. 1200 കേന്ദ്ര വിദ്യാലയങ്ങളിൽ സൂക്ഷിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് അയച്ചു കൊടുത്ത ഭരണഘടനാ പതിപ്പിൽ അതിന്റെ പ്രീആമ്പിളിൽ സോഷ്യലിസവും മതേതരത്വവും ഒഴിവാക്കിയിരിക്കുകയാണ് സർ. കേന്ദ്ര വിദ്യാലയത്തിൽ 1200 കേന്ദ്ര വിദ്യാലയങ്ങൾ ഇന്ന് രാജ്യത്തുണ്ട് സർ. അവിടെ കുട്ടികളെ പഠിപ്പിക്കാൻ അയച്ചു കൊടുത്ത ഭരണഘടനയിൽ അതിന്റെ പ്രീആമ്പിളിൽ നിന്ന് സോഷ്യലിസവും മതേതരത്വവും ഒഴിവാക്കിയിരിക്കുകയാണ്. ഇത് ഗവൺമെന്റ് ഇതിൽ മാത്രമല്ല സർ, പല രംഗത്തും ഈ പറയുന്ന രൂപത്തിൽ വെറുപ്പിന്റെ രാഷ്ട്രീയം നടപ്പിലാക്കാനുള്ള ബോധപൂർവമായ അജണ്ട. മാത്രമല്ല സർ, ഭരണഘടനാ ഭേദഗതി പ്രകാരം 1976 കൊണ്ടുവന്ന ഇന്ത്യയുടെ മതേതരത്വത്തിന്റെയും സോഷ്യലിസത്തിന്റെയും ആ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ ചേർത്തതിൽ അഭിമാനിക്കുന്നവരാണ് സർ ഇന്ത്യക്കാർ. എന്നിട്ട് അത് ഒഴിവാക്കിയാണ് സർ കുട്ടികളെ പഠിപ്പിക്കാൻ. എന്നിട്ട് സർ അതിനകത്ത് പറയുന്നത്, DP പട്ടേൽ ഡെപ്യൂട്ടി കമ്മീഷൻ അയച്ചു കൊടുത്ത കത്തിൽ പറയുന്നത് യഥാർത്ഥ ഭരണഘടനയുടെ പതിപ്പാണിത്. മാത്രമല്ല സർ, അർഹിക്കുന്ന ആദരവോടും സൂക്ഷ്മതയോടും മൂല്യവത്തായ പഠനം സമഗ്രമായി ഉപയോഗിക്കണം. കേന്ദ്ര വിദ്യാലയ സമിതി ഡെപ്യൂട്ടി കമ്മീഷണർ അയച്ചു കൊടുത്ത കത്തിൽ പറയാണ് സർ. എന്നിട്ട് പറയുന്നത്, ഇത് നിങ്ങൾ ഈ പ്രീആമ്പിൾ നിങ്ങൾ അസംബ്ലിയിൽ വായിക്കണം എന്നുകൂടി പറയുന്ന ഒരവസ്ഥ വിശേഷം സർ. സോഷ്യലിസവും മതേതരത്വവും ഒഴിവാക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ കേന്ദ്ര ഗവൺമെന്റ് എന്ന് വളരെ വ്യക്തമാണ് സർ. ഇന്നത്തെ പത്രത്തിലെ മാതൃഭൂമി പത്രത്തിലെ പ്രധാന ഒരു വാർത്ത കൂടിയാണ് സർ. ഇതിലുകൂടി കേന്ദ്രത്തിന്റെ പ്രത്യേകമായി നമ്മുടെ പ്രതിഷേധവും ശ്രദ്ധയും കൊണ്ടുവരാൻ കൂടി ശ്രമിക്കണം എന്നുകൂടി ഇതോടൊപ്പം അഭ്യർത്ഥിക്കാം. ശ്രീ ബി മുരളീധരൻ സർ, ഈ
നീറ്റ് പരീക്ഷയുടെ കഴിഞ്ഞ പരീക്ഷയിലുണ്ടായിട്ടുള്ള ചില സംഭവ വികാസങ്ങൾ അത് രാജ്യത്തെ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഒക്കെ ആശങ്കയിലാഴ്ത്തിയിരുന്നു. ആ ആശങ്കയെ കേന്ദ്ര സർക്കാർ വളരെ ഗൗരവത്തോടു കൂടിയാണ് കണ്ടത്. ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപേ ഈ നീറ്റ് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് കൂടി ഒരു പരാമർശിക്കേണ്ടത് ആവശ്യമാണ്. കാരണം നീറ്റ് ഉണ്ടായത് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയതല്ല. നീറ്റ് നടപ്പിലാക്കാനുള്ള തീരുമാനമുണ്ടായത് 2010-ലാണ് ഇതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ തുടങ്ങിയത്. 2010 UPA സർക്കാരിന്റെ കാലത്ത് അന്നത്തെ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയും ഡെന്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുമാണ് നോട്ടിഫൈ ചെയ്തത്. അതിനുശേഷം ആദ്യം നടന്ന നീറ്റ് പരീക്ഷ അങ്ങ് ഭേദഗതി മൂവ് ചെയ്യോ? സാർ ഞാൻ പറയാം. അതിനു മുൻപ് എനിക്ക് മുൻപ് സംസാരിച്ച ബഹുമാന്യനായിട്ടുള്ള അംഗം നീറ്റുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. എനിക്ക് അതിനോട് ആ പറഞ്ഞ കാര്യങ്ങളോട് പരാമർശിക്കാനെങ്കിലും എന്നെ അനുവദിക്കണം സാർ. അപ്പൊ സുപ്രീം കോടതി 2013 സുപ്രീം കോടതി ഭൂരിപക്ഷ തീരുമാനപ്രകാരം അന്ന് നടത്തിയ നീറ്റ് പരീക്ഷ റദ്ദാക്കി അടക്കം ചെയ്തു. അതിനുശേഷം രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന പരീക്ഷകൾ, ആ പരീക്ഷകളിൽ ഉണ്ടായിട്ടുള്ള ക്രമക്കേടുകളുടെയും പോരായ്മകളുടെയും ഏകീകൃത സ്വഭാവമില്ലാത്തതിന്റെയും അടിസ്ഥാനത്തിൽ കോടതികളുടെ അടക്കം നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് വന്നത്. ഞാൻ വിഷയത്തിലേക്ക് ഭേദഗതി മൂവ് ചെയ്യാം സാർ. ദേശീയ പരീക്ഷാ ഏജൻസി NTA ചുമതലപ്പെടുത്തിയ ആ ആളുകൾ വരുത്തിയിട്ടുള്ള വീഴ്ചകൾ വന്ന ഉടൻ തന്നെ കേന്ദ്ര സർക്കാർ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിച്ചു. ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും നേതൃത്വത്തിൽ പുനഃപരീക്ഷ നടന്നു. നരേന്ദ്രമോദി ഒരു കാര്യം തുടക്കം മുതലേ അങ്ങ് ഭേദഗതി മൂവ് ചെയ്തു സാർ. അങ്ങയുടെ ഭേദഗതി ഇല്ലാതെ പോകുന്നത് ഇവിടെ ഇതിനു മുൻപുള്ള ഭേദഗതികൾ അവതരിപ്പിക്കുമ്പോ ഈ ബഹളമൊന്നും ഉണ്ടായില്ലല്ലോ. അപ്പൊ അതിനർത്ഥം ജനാധിപത്യപരമായിട്ടുള്ള ചർച്ചയ്ക്ക് ഈ ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും തയ്യാറില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ബലത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കണമെന്നുള്ളതാണ്. അതിനോട് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ യോജിക്കാൻ സാധിക്കില്ല സാർ. ഞാൻ വിഷയത്തിലേക്ക് വരാം. അങ്ങ് ചെയർ കേക്കോ, ഒരു മിനിറ്റ്. അങ്ങ് ചെയർ പറയുന്നത് കേക്കോ. അങ്ങയുടെ ഭേദഗതി മൂവ് ചെയ്യാം. ഭേദഗതി മൂവ് ചെയ്യുന്നതിന് വേണ്ടി 2 മിനിറ്റാണ്. പക്ഷേ ആര്യാടൻ ഷൗക്കത്ത് സംസാരിച്ച് 3 മിനിറ്റായി 3.5 മിനിറ്റായി എന്നുള്ള തർക്കമേ അങ്ങേക്കുള്ളൂ. അതുകൊണ്ട് അങ്ങയുടെ ഭേദഗതി മൂവ് ചെയ്യൂ. ഞാൻ ഭേദഗതിയിലേക്ക് വരാം സാർ. ഈ വിഷയത്തിൽ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേഗത്തിൽ തീർപ്പാക്കാനായിട്ടുള്ള പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ശ്രീ മുരളീധരൻ, എന്താ മന്ത്രിക്ക് എന്താ പറയാനുള്ളത്? സർ, ഇവിടെ സർക്കാർ ഭാഗത്ത് സർക്കാർ ഭാഗത്ത് ഒരു പ്രമേയം വന്നാൽ ആ പ്രമേയത്തിൽ ഇന്ന വരിയിൽ ഇത്രാമത് ഭേദഗതി എന്ന് പറയല്ലാതെ അവിടെ ഒരു വിശദീകരണ സംസാരത്തിന് യാതൊരു സ്കോപ്പും ഇല്ല. അത് നടപടികൾക്കെതിരാണ്. ഇതിൽ പ്രസംഗമില്ല. ഇതിൽ പ്രസംഗമില്ല. ആർക്കും ഒരാൾക്ക് മാത്രമല്ല, ആർക്കും പ്രസംഗമില്ല. അങ്ങയുടെ പോയിന്റ് പറഞ്ഞ് അവസാനിപ്പിക്കും. ഇത് പ്രസംഗം ഇല്ല എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ഞാൻ പ്രസംഗമില്ല. ഞാൻ ഒറ്റക്കാരി അവിടെ ഒരു പത്രം കാണിച്ചു, ഞാൻ ഇവിടെ ഒരു പത്രം കാണിക്കുക. PSC പരീക്ഷ, ഈ PSC പരീക്ഷയില് എന്ത് സംഭവിച്ചു, അതിനെ കുറിച്ച് എന്താ മിണ്ടാട്ടം ഇല്ലാത്തത്? ചർച്ചയാണ്. കാണിക്കുമ്പോ മാത്രമല്ല, പത്രം ഇതും പത്രമാണ്. ഇത് PSC, കേരളത്തിലെ PSC പരീക്ഷയാണ്. ശ്രീ മുരളീധരൻ, ഞാൻ മൂവ് ചെയ്യാം. പാർലമെന്ററി പ്രാക്ടീസ് അറിയാവുന്ന എനിക്കറിയാം സാർ. ദയവായിട്ട് അങ്ങയുടെ ഭേദഗതി മാത്രം മൂവ് ചെയ്യും. ഞാൻ മൂവ് ചെയ്യാം. ഭേദഗതി വരുന്നു എന്ന് പറഞ്ഞ പ്രസംഗം അതില്ലാതെ ഭേദഗതി മൂവ് ചെയ്യും. ഭേദഗതി മൂവ് ചെയ്യാം. ഈ പ്രമേയത്തിലെ രണ്ടാമത്തെ ഖണ്ഡികയിലെ അവസാന വാചകം, ആ അവസാന വാചകത്തിന് പകരം ഞാൻ ഭേദഗതി മൂവിയാണ്.
പരീക്ഷാ നടത്തിപ്പിൽ ഏതാനും ചിലർ വരുത്തിയ വീഴ്ചയിൽ സമയോചിതമായും ഫലപ്രദമായും ഇടപെട്ട കേന്ദ്ര സർക്കാരിന്റെയും കേന്ദ്ര ഏജൻസികളുടെയും ഇടപെടലിനെ ഈ സഭ പ്രശംസിക്കുന്നു. അതാണ് അങ്ങയുടെ ഭേദഗതി. അതാണ് അങ്ങയുടെ ഭേദഗതി. സർ, ഞാൻ ഈ ധനാഭ്യർത്ഥന ബില്ലിനെ എതിർക്കുന്നു. ഇവിടെ 3 അംഗങ്ങളെ മറുഭാഗത്ത് എത്രമാത്രം ഭയക്കുന്നു എന്ന് അവരുടെ ചർച്ചയിൽ വ്യക്തമായി. അവർ ഭയക്കുന്നത് ബംഗാളിൽ സംഭവിച്ചതുപോലെ കേരളത്തിലും BJP നേതൃത്വം കൊടുക്കുന്ന NDA സഖ്യം അധികാരത്തിൽ വരുമോ എന്ന ഭയമായിരിക്കും അവർക്കുള്ളത്. ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി ലീഡറെ തെരഞ്ഞെടുത്തതിനെയാണ് ഒരംഗം, ബഹുമാനപ്പെട്ട ഒരു അംഗം, ഒരു അഭിപ്രായ പ്രകടനം നടത്തി. ഒറ്റ കാര്യമേ പറയാനുള്ളൂ. നിങ്ങളുടെ പാർട്ടിയുടെ മെജോറിറ്റിയും സീനിയോറിറ്റിയും പരിഗണിച്ചിട്ടാണോ പാർലമെന്ററി പാർട്ടി ലീഡറെ തെരഞ്ഞെടുത്തത്, അതോ നിങ്ങളുടെ മുന്നണിയുടെ മൈനോറിറ്റിയുടെ അഭിപ്രായമാണോ നിങ്ങൾ നടപ്പിലാക്കിയത് പാർലമെന്ററി പാർട്ടി ലീഡറെയും മുഖ്യമന്ത്രിയെയും തിരഞ്ഞെടുക്കാൻ? അത് നിങ്ങളൊന്ന് വ്യക്തമാക്കിയിട്ട് ഇപ്പുറത്തുള്ള 3 പേരെ കുറിച്ച് കുറ്റം പറയുന്നതായിരിക്കും നല്ലത്. 2, നീറ്റ് പരീക്ഷയെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് എടുത്ത ധീരമായ ഒരു നിലപാടുണ്ട്. വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കളുടെയും ആശങ്ക ഉൾക്കൊണ്ടുകൊണ്ട് അടിയന്തരമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് റീ എക്സാം നടത്തി. AI സാങ്കേതിക വിദ്യയുടെ എല്ലാ പഴുതുമടച്ച് നടത്തിയിട്ടുള്ള തീരുമാനമുണ്ട്. ഞങ്ങൾ ആ തീരുമാനത്തെയാണ് പ്രശംസിച്ചത്. വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കളുടെയും ആശങ്ക ഉൾക്കൊണ്ടുകൊണ്ട്. മറിച്ച് കേരളത്തിലെ PSC പരീക്ഷ, കേരളത്തിലെ യൂണിവേഴ്സിറ്റി പരീക്ഷ ക്രമക്കേട്, ആ ക്രമക്കേടിനെ സംബന്ധിച്ച് ഈ നിയമസഭയിൽ അങ്ങനൊരു പ്രമേയം ആ ക്രമക്കേട് നടന്നപ്പോൾ ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ട അവിടെയാണ്. അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് എടുത്ത ഉചിതമായ നടപടിയെ സംബന്ധിച്ച് ഞങ്ങൾ പ്രശംസിച്ചത്. സർ, ഈ ഇടക്കാല ബഡ്ജറ്റ് കൊണ്ടുവന്നതിന് ഒറ്റ ഉദ്ദേശമുള്ളൂ: മദ്യനികുതി കുറയ്ക്കണം. ഇത് ഒരു DKBD ലീഡാണ്. കർണാടക മുഖ്യമന്ത്രിയും കേരള മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഡീല് മദ്യനയത്തെ സംബന്ധിച്ച്. എന്നാൽ കർണാടക ഗവൺമെന്റ് ആൽക്കഹോൾ ഇൻ ബിവറേജ് അവരുടെ കഴിഞ്ഞ ബഡ്ജറ്റിൽ കൊണ്ടുവന്നു, വീര്യം കുറഞ്ഞ മദ്യത്തിന് വില കുറയ്ക്കാൻ. ഇവിടെയോ റെഡി ടു ഡ്രിങ്ക്. അവർ രണ്ടും സമാനമാണ്. വലിയൊരു ഏർപ്പാട് ഇവിടെ നടന്നിട്ടുണ്ട്. ആ ബഡ്ജറ്റില് എവിടെ ചർച്ച നടത്തിയിട്ട്, ഏത് മുന്നണിയിൽ ചർച്ച നടത്തിയിട്ട്, ഏത് ക്യാബിനറ്റിൽ ചർച്ച നടത്തിയിട്ട്, ഏത് നിയമസഭാ കമ്മിറ്റിയിൽ ചർച്ച നടത്തിയിട്ടാണ് ഈ നികുതി കുറച്ചത്? അതിന്റെ പിന്നില് വലിയൊരു അഴിമതിയുണ്ട്. ആ അഴിമതിയാണ് നമ്മൾ അന്വേഷിക്കപ്പെടേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇടക്കാല ബഡ്ജറ്റിൽ ഇത്ര ധൃതി പിടിച്ച് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഒപ്പം ഇവിടെ വളരെ കൊട്ടിഘോഷിക്കപ്പെട്ട ഓപ്പറേഷൻ കൊടുങ്കാറ്റ് ഈ നയം നടപ്പിലാക്കിയപ്പോൾ അത് ഓപ്പറേഷൻ ഇളങ്കാറ്റായി മാറി. വലിയ പ്രചാരം കൊടുത്തുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു പദ്ധതിയെ അതിനെ തുരങ്കം വെക്കാൻ കൂടിയിട്ടാണ് ഇത്തരം പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കുന്നത്. ഇതിന്റെ പിന്നിലുള്ള വലിയ അഴിമതി നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടാണ് കർണാടക സംസ്ഥാനത്തില് ബഡ്ജറ്റിൽ ഇങ്ങനെ നീതി, അതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്തും ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഈ ധനാഭ്യർത്ഥന ബിൽ വേണമെങ്കിൽ ഈ നികുതി വയോജനക്ഷേമത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഇവിടെ കൊട്ടിഘോഷിക്കപ്പെട്ട ഇൻഷുറൻസ് പദ്ധതികൾക്കോ വേണ്ടി ഉപയോഗിക്കാമായിരുന്നല്ലോ. ഒറ്റ നികുതി മാത്രമാണ് ഏറ്റവും അധികം കുറച്ചത്, മദ്യത്തിന്റെ നികുതി. അതുകൊണ്ട് തന്നെ ഈ ധനാഭ്യർത്ഥന എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തിന്റെ പൊതുവികാരം മാനിച്ചിട്ടുള്ളതല്ല. മറിച്ച് ഈ ഇടക്കാല ബഡ്ജറ്റിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ അഴിമതിക്ക് വളം വെക്കുന്നതിനുള്ള ഒരു മുന്നൊരുക്കമാണ് ഈ ബഡ്ജറ്റിൽ നടത്തിയിട്ടുള്ളത്. അങ്ങയുടെ സമയം കഴിഞ്ഞു, പ്ലീസ് കൺക്ലൂഡ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ധനാഭ്യർത്ഥന എതിർക്കുന്നു. യെസ്.